രാംപൂർ എന്നൊരു ചെറിയ ഗ്രാമത്തിൽ രാജു എന്നൊരു പയ്യൻ താമസിച്ചിരുന്നു. ആകാശത്തേക്കാൾ വലിയ സ്വപ്നങ്ങളുള്ള ഒരു ചെറുപ്പക്കാരൻ. എന്നാൽ പോത്തിനേക്കാൾ മടിയനും. എല്ലാ ദിവസവും രാവിലെ അവന്റെ അമ്മ വിളിച്ചു പറയും, രാജു എഴുന്നേൽക്ക്, എന്തൊരു ഉറക്കമാണ്, ഉച്ചയാകാൻ ഇനി അധികം സമയമില്ല. 5 മിനിറ്റ് കൂടി അമ്മേ. രാജു പിറുപിറുക്കും. 1 മണിക്കൂർ കൂടി ഉറക്കത്തിലേക്ക് വഴുതി വീഴും. എന്തെങ്കിലും വലിയ നേട്ടം കൈവരിക്കണമെന്ന് അവൻ എപ്പോഴും പറയുമായിരുന്നു. അടുത്തുള്ള പട്ടണത്തിലെ വിജയം കൈവരിച്ച ആളുകളെ അവൻ കൗതുകത്തോടെ നോക്കി നിൽക്കും. കടയുടമകൾ, അധ്യാപകർ, യൂണിഫോമിൽ അഭിമാനത്തോടെ നടക്കുന്ന കോൺസ്റ്റബിളിനെ പോലും. എന്നാൽ രാജു ഒരിക്കലും ഒന്നിലും ഉറച്ചു നിൽക്കില്ല. ഒരു ദിവസം അവൻ വ്യായാമം ചെയ്യാൻ തീരുമാനിക്കും. അടുത്ത ദിവസം അത് ഒഴിവാക്കും. പിന്നെ ഒരു ദിവസം പഠിക്കാൻ പദ്ധതിയിടും. അടുത്ത ദിവസം അവൻ പാടത്ത് പോയി പട്ടം പറത്തും. രാജുവിന് സ്വപ്നങ്ങളുണ്ടായിരുന്നു, പക്ഷെ അച്ചടക്കമില്ല. ഒരു വൈകുന്നേരം അവൻ ഗോപാൽ കക്കയെ കണ്ടുമുട്ടി. ഗ്രാമത്തിൽ താമസിച്ചിരുന്നൊരു വൃദ്ധനായ വിരമിച്ച സൈനികൻ. എല്ലാ ദിവസവും രാവിലെ ഒരു യന്ത്രം പോലെ ഗോപാൽ കക്ക പുലർച്ചെ 4 മണിക്കുണർന്ന് തന്റെ മുറ്റം തൂത്തുവാരും. കുറച്ച് വ്യായാമം ചെയ്യും, വായിക്കും, തന്റെ പൂന്തോട്ടത്തിൽ ജോലി ചെയ്യും. രാജുവിന് കൗതുകം തോന്നി. എന്തിനാണ് ഇതെല്ലാം ഇങ്ങനെ ചെയ്യുന്നത്? അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ ആരുമില്ല, ആരുടെയും സമ്മർദ്ദമില്ല. അവൻ ചോദിച്ചു, കക്ക, എന്തിനാണ് നിങ്ങൾ എല്ലാ ദിവസവും ഒരേ പദവി പിന്തുടരുന്നത്? ബോറടിക്കുന്നില്ലേ? നിങ്ങൾക്ക് ക്ഷീണമില്ലേ? ഗോപാൽ കക്ക പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ നെറ്റി തുടച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ശീലങ്ങൾ കർഷകരെ പോലെയാണ്. ഇന്നു നീ നടുന്നത് നാളെ വളരും. ഇപ്പോൾ നിനക്ക് അതിന്റെ ഫലം കാണാൻ സാധിക്കില്ല, പക്ഷെ ഒരു ദിവസം നിന്റെ ശീലങ്ങൾ നിന്നെ പോറ്റുകയോ പട്ടിണി മാറ്റുകയോ ചെയ്യും. രാജുവിന് പൂർണ്ണമായി അത് മനസ്സിലായില്ല. പക്ഷെ ആ വാക്കുകൾ ഒരു ഞെട്ടലോടെയാണ് അവൻ കേട്ടത്. അന്ന് രാത്രി അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അനാവശ്യമായി പാഴാക്കിയ സമയത്തെക്കുറിച്ച്, പൂർത്തിയാക്കാത്ത എല്ലാ ശ്രമങ്ങളെയും കുറിച്ച് അവൻ ചിന്തിച്ചു. വിജയം എന്നത് ഭാഗ്യമല്ലെങ്കിലോ? വിജയം നമ്മുടെ ശീലങ്ങളാണെങ്കിൽ? പിറ്റേന്നു രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് രാജു കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ നിർബന്ധിതനായി. അവന്റെ ശരീരം യാചിച്ചു, ദയവായി ഉറങ്ങൂ. പക്ഷേ ഗോപാൽ കക്കയുടെ വാക്കുകൾ അവൻ ഓർത്തു. മുഖം കഴുകി ഷൂസിട്ട് അവൻ ഓടാൻ പോയി. ഓടാൻ തുടങ്ങിയപ്പോൾ തന്നെ അവന് ക്ഷീണം അനുഭവപ്പെട്ടു. പക്ഷേ നിർത്തിയില്ല. അവൻ മുന്നോട്ട് പോയി. 2-ാം ദിവസം അവൻ വീണ്ടും ഓടി. 3-ാം ദിവസവും തുടർന്നു. 7-ാം ദിവസമായപ്പോഴേക്കും അവന്റെ കാലുകൾ വേദനിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ പുതിയ എന്തോ ഒന്ന് ശ്രദ്ധിച്ചു. അവന് കൂടുതൽ കരുത്തു തോന്നി. പിന്നെ അവൻ മറ്റൊരു ശീലം കൂട്ടിച്ചേർത്തു. ദിവസവും 1 മണിക്കൂർ പഠിച്ചു. ഒഴിവ് കഴിവുകളൊന്നുമില്ല. അവൻ ആരോടും ഒന്നും പറഞ്ഞില്ല. മാസങ്ങൾ കടന്നുപോയി. ഒരു വൈകുന്നേരം ഒരു ആൽമരച്ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ അവന് സ്വയം പുഞ്ചിരിക്കുന്നതായി തോന്നി. ശരീരഭാരം കുറഞ്ഞതായി തോന്നി. മനസ്സ് കൂടുതൽ മൂർച്ചയുള്ളതായിരുന്നു. ദിവസം മുഴുവൻ ഊർജം പ്രവഹിച്ചു. അച്ചടക്കം അവനിൽ സ്വാഭാവികമായി വന്നത് അവൻ പോലും അറിഞ്ഞില്ല. അവന്റെ ഒരു സുഹൃത്ത് സോനു ചോദിച്ചു, രാജു, നീ എങ്ങനെയാണ് ഇത്രത്തോളം മാറിയത്? നീ അലസതയുടെ രാജാവായിരുന്നു. രാജു ചിരിച്ചു. ഒരു ദിവസം കൊണ്ടല്ല ഞാൻ മാറിയത്. എന്റെ ഭാഗമാകുന്നതുവരെ ഞാൻ എല്ലാ ദിവസവും ചെറിയ പ്രവൃത്തികൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. താമസിയാതെ ഒരു അവസരം വന്നു. ശാരീരിക ക്ഷമതയും എഴുത്തു പരീക്ഷയുമുള്ള ഒരു സർക്കാർ ജോലി നിയമനം. രാജു അപേക്ഷിച്ചു. പരീക്ഷാ ദിവസം ഗ്രാമത്തിലെ നിരവധി കുട്ടികൾ അവിടെയുണ്ടായിരുന്നു. അമിത ആത്മവിശ്വാസമുള്ളവർ, ചിലർ പരിഭ്രാന്തർ. എന്നാൽ രാജു ശാന്തനായിരുന്നു. വിസിൽ മുഴങ്ങി. അവരോടാൻ തുടങ്ങി. പലരും വേഗത്തിലോടി. പക്ഷേ വേഗത്തിൽ ക്ഷീണിതരായി. രാജു സ്ഥിരമായ നിയന്ത്രിത വേഗത നിലനിർത്തി. മാസങ്ങളുടെ ശീലം അവനെ മുന്നോട്ട് നയിച്ചു. അവന്റെ അച്ചടക്കം വിജയിച്ചു. അടുത്തത് എഴുത്തുപരീക്ഷയായിരുന്നു. മറ്റുള്ളവർ അവസാന നിമിഷങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നു. രാജു മുമ്പേ തന്നെ തയ്യാറായിരുന്നു. ദിവസത്തിൽ 1 മണിക്കൂർ, മാസങ്ങളോളം ഉറച്ച അടിത്തറ കെട്ടിപ്പടുത്തിരുന്നു. അവൻ അതും വിജയിച്ചു. ആഴ്ചകൾക്കു ശേഷം ഒരു കത്ത് വന്നു. അഭിനന്ദനങ്ങൾ, നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. രാജു നിശ്ചലനായി. കൈകൾ വിറച്ചു. അവന്റെ അമ്മ ആശയക്കുഴപ്പത്തിലായി. അവരുടെ കണ്ണുകളിലെ നിറഞ്ഞ കണ്ണുനീർ നോക്കി അവൻ മന്ത്രിച്ചു, അമ്മേ, നിങ്ങളുടെ മകനത് നേടി. അവർ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. ഗ്രാമം മുഴുവൻ ആഘോഷിച്ചു. പക്ഷേ ഏറ്റവും സന്തോഷവാനായ വ്യക്തി രാജുവായിരുന്നില്ല. അത് ഗോപാൽ കക്കയായിരുന്നു. നോക്കൂ മോനെ, അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞു, പ്രചോദനം നിന്നെ ആരംഭിക്കാൻ സഹായിക്കുന്നു. പക്ഷേ അത് മങ്ങുമ്പോൾ ശീലങ്ങളാണ് നിന്നെ മുന്നോട്ട് നയിക്കുന്നത്. വലിയ മാറ്റത്തിന് വലിയ പരിശ്രമം ആവശ്യമാണെന്ന് പലപ്പോഴും കരുതുന്നവർ ഒന്ന് ഓർക്കുക. യഥാർത്ഥ പരിവർത്തനം സംഭവിക്കുന്നത് ദിവസേന ചെയ്യുന്ന ചെറിയ ശീലങ്ങളിൽ നിന്നാണ്. അവ നിങ്ങളുടെ ഭാഗമാകുന്നതുവരെ ചെയ്യുക. നമുക്ക് മോട്ടിവേഷൻ ആവശ്യമായി വരുന്നത് താല്പര്യക്കുറവ് മൂലമാണ്. അത് തുടക്കം കുറിക്കാൻ സഹായിക്കുന്നു. അതിനാൽ ശീലങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുക. ഒരു ചെറിയ ശീലത്തിൽ നിന്ന് ആരംഭിക്കുക. 10 മിനിറ്റ് നടക്കുക, 5 പേജുകൾ വായിക്കുക, 10 പുഷപ്പുകൾ ചെയ്യുക, 15 മിനിറ്റ് മുമ്പ് ഉണരുക. നിങ്ങൾ മറ്റുള്ളവർക്കൊരു പ്രചോദനമായി മാറുക. നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ഭാവി എഴുതുന്നു. വിവേകത്തോടെ തിരഞ്ഞെടുക്കുക. ഈ കഥ നിങ്ങൾക്ക് പ്രചോദനം നൽകിയെങ്കിൽ അത് അവിടെ അവസാനിപ്പിക്കാൻ അനുവദിക്കരുത്. ഇന്നു തന്നെ നിങ്ങളുടെ ശീലം ആരംഭിക്കുക, എത്ര ചെറുതായാലും. കാരണം ചെറിയ ചുവടുകൾ വലിയ മാറ്റത്തിലേക്ക് നയിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു.